സുധീഷിനെ കാണാനില്ല എന്ന വാർത്ത ഹേമയും രാജീവനും നിധിയോട് പറയുമ്പോൾ നിധി ഒരുപാട് തവണ ഹേമയോട് പറയുന്നുണ്ട്, അമ്മേ മോശമായിട്ട് സുധീഷിനെ പറ്റി ഒരു വാക്ക് പോലും പറയരുത്. ഞാൻ ഇത്രയും നാളും സുധീഷിൻ്റെ വീട്ടിലല്ലേ കഴിഞ്ഞിരുന്നത്. എനിക്കറിയാം സുധീഷിൻ്റെ സ്വഭാവം എന്താണെന്ന്. സുധീഷ് ഒരിക്കലും ആ പണവും സ്വർണവുമായിട്ട് ഒരിടത്തേക്കും കടന്നു കളയില്ല. എനിക്കെന്തോ അപകടം തോന്നുന്നു. എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അതായിരിക്കും സുധീഷ് പണവുമായിട്ട് അവിടെ എത്താത്തത്. അല്ല മോളെ, അവൻ്റെ സ്വഭാവം ഇത് തന്നെയാ. പണത്തിന് വേണ്ടിയല്ലേ നിന്നെ അവൻ കല്യാണം കഴിച്ചത് തന്നെ. അല്ലാതെ നീ എന്താ വിചാരിക്കുന്നതിനുള്ള ഒരുപാട് സ്നേഹം കൊണ്ടാണ് അവൻ നിന്നെ കല്യാണം കഴിച്ചുകൊണ്ട് പോയതെന്നോ? അതൊന്നും അല്ല മോളെ. ആ സമയത്ത് രാജീവനും പറയുന്നുണ്ട്, മോളെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അമ്മ പറയുന്നത് ശരിയല്ലേ? ഒന്നും അറിയാതെ അമ്മയെ നീ കുറ്റപ്പെടുത്തരുത്. എനിക്ക് തോന്നുന്നു അവൻ പണമായിട്ട് കടന്നു കളഞ്ഞതാണെന്ന്. ആദ്യമേ എനിക്ക് അവന് സംശയം ഉണ്ടായിരുന്നു. പിന്നെ നിനക്ക് വിഷമമാവും, നിന്നെ വിഷമിപ്പിക്കേണ്ട എന്നൊക്കെ വിചാരിച്ചിട്ടാ അച്ഛൻ നിന്നോടൊന്നും പറയാതിരുന്നത്. ആദ്യമേ അവന് നമ്മുടെ സ്വത്തിൽ ഒരു കണ്ണുണ്ടായിരുന്നു മോളെ. അച്ഛൻ ഒന്നും മിണ്ടാതിരുന്നേ അച്ഛ. ആവശ്യമില്ലാതെ സുധീഷിനെ പറ്റി ഒരു വാക്ക് പോലും ഇവിടെ മിണ്ടിപ്പോവരുത്. അച്ഛന് സുധീഷിനെ പറ്റി എന്തറിയാം? അച്ഛൻ ഇന്നോ 2 ദിവസമായിട്ടല്ലേ ഉള്ളൂ സുധീഷിനെ അടുത്തറിയാൻ തുടങ്ങിയിട്ട്. ഞാനിപ്പോൾ 4-5 മാസമായിട്ട് സുധീഷിൻ്റെ വീട്ടിലല്ലേ കഴിയുന്നത്. എനിക്ക് അവിടുത്തെ ഓരോ ആൾക്കാരുടെ സ്വഭാവം എന്താണെന്നറിയാം. അതുകൊണ്ട് ആവശ്യമില്ലാതെ അറിഞ്ഞൂടാത്ത കാര്യങ്ങളെപ്പറ്റി അച്ഛനോ അമ്മയോട് സംസാരിച്ച് പോകരുത്. എനിക്കറിയാം സുധീഷ് അതൊന്നും ചെയ്യില്ല എന്ന്. എന്നെ നിങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കണ്ട. ശരി മോളെ, അച്ഛനും അമ്മയും ഇനി നിന്നോട് ഒരൊറ്റ വാക്കുപോലും പറയുന്നില്ല. ഇനി നാളെയോ വല്ലതും അറിയാമായിരിക്കുമല്ലോ എന്താണ് സംഭവിച്ചത്. അവൻ പണവും കൊണ്ട് കടന്നു കളഞ്ഞതാണോ, അതോ അവന് വേറെ വല്ല അപകടവും പറ്റുമോ എന്നൊക്കെ ഉള്ള കാര്യം എന്തായാലും ഉടനെ തന്നെ അറിയാം. അപ്പോൾ നീ സമ്മതിച്ചു തരുമല്ലോ അല്ലേ? അപ്പോൾ ഞാൻ സമ്മതിച്ചു തരാം അച്ഛാ. തെളിവ് സഹിതം എൻ്റെ മുന്നിൽ കൊണ്ടുവരാം. എന്നാൽ മാത്രമേ ഞാനത് സമ്മതിക്കുകയുള്ളൂ. സുധീഷിനാണെങ്കിൽ സുഭാഷിനെയോ നികേഷിനെയോ ആരെങ്കിലും ഒന്ന് വിളിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ആലോചിച്ചിട്ട് ആ ഒരു എസ്റ്റേറ്റിനകത്ത് കിടക്കുകയാണ്. ആ സമയത്ത് സുധീഷിന് വല്ലാതെ സങ്കടമാവുന്നുണ്ട്. ഇനി നിധി എന്ത് വിചാരിക്കും? നിധി ഈ പണവുമായിട്ട് ഞാൻ കടന്നു കളഞ്ഞതാണെന്ന് വിചാരിക്കറിയില്ലല്ലോ നിധിയുടെ അച്ഛനും ഏട്ടനും ഒക്കെ വലിയ ചതിയന്മാരാണ് എന്ന്, എന്നെ ഈ കുരുക്കിലകപ്പെടുത്തിയതും അവന്മാരാണ് എന്ന്. അവയാൾ ഒരുപാട് തവണ നല്ലവനാവാൻ വേണ്ടിയിട്ട് അവളുടെ മുൻപിൽ അഭിനയിക്കും. എനിക്കറിയാം. അവളെന്ത് വിശ്വസിച്ച് കാണുമോ എന്തോ. അങ്ങനെയൊക്കെ ഇങ്ങനെ പല കാര്യങ്ങളും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രാജീവനും അരുണുമായിട്ട് ആ എസ്റ്റേറ്റിലേക്ക് ചെല്ലുന്നത്. രാജീവനോട് അരുൺ പറയുന്നുണ്ട്, അച്ഛാ ഇവിടെ വച്ചിട്ട് അവനെ അങ്ങ് തീർത്ത് കളയാലോ അച്ഛാ. ആരും അറിയില്ല. ആ ഒരു ശല്യം അങ്ങ് തീർന്നു പോവും. അപ്പോൾ നമുക്ക് നിധിയെ വീട്ടിൽ തന്നെ നിർത്താം അച്ഛാ. എന്തു പറയുന്നു? മോനെ വേണ്ടടാ, ഇവിടെ വെച്ച് തീർത്ത് കളയണ്ട. അവനെ അവന്മാർ തന്നെ ഒതുക്കിക്കോളും. നീ അതിൽ കൈ കടത്തണ്ട. എന്നാലും വെച്ചാ എനിക്കവനോട് ഭയങ്കര ദേഷ്യമാണ്. അവൻ്റെ ആ ഒരു നിപ്പും തമാശയും എല്ലാം കാണുമ്പോൾ ഉണ്ടല്ലോ അച്ഛാ, എനിക്ക് ഒടുക്കത്തെ ദേഷ്യമാണ്. അവനെ കൊന്നു കളയാനുള്ള ദേഷ്യം എനിക്ക് വരുന്നുണ്ട് അച്ഛാ. എടാ വേണ്ടടാ, നീ ഒന്ന് കൺട്രോൾ ചെയ്ത് നിന്നേ അച്ഛാ. ഞാൻ അവന് പോയി 2 അടിയെങ്കിലും പൊട്ടിച്ചിട്ട് വരട്ടെ അച്ഛാ. നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ പോയി 2 എണ്ണം പൊട്ടിച്ചിട്ട് വാ. 2 അല്ല, ഒരു 3-ഓ 4-ഓ നീ കൊടുത്തേക്ക്, നിന്റെ ദേഷ്യം തീരുന്നത് വരെ. പക്ഷേ നീയാണെന്ന് അവൻ ഒരിക്കലും അറിയരുത്. അതറിയില്ല അച്ഛാ, അതൊക്കെ എനിക്കറിയാം. ഞാൻ മുഖംമൂടി ധരിച്ചിട്ടേ പോവുള്ളൂ. അങ്ങനെ അരുണ് മുഖംമൂടിയൊക്കെ ധരിച്ചതിന് ശേഷം സുധീഷിൻ്റെ അടുത്തേക്ക് എത്തുന്നുണ്ട്. മുഖംമൂടി ധരിച്ച് അരുണിനെ കാണുമ്പോൾ തന്നെ ആ ഒരു നടത്തവും ഭാവവും ഒക്കെ കാണുമ്പോൾ സുധീഷിന് മനസ്സിലാവുന്നുണ്ട് ഇത് അരുണ് തന്നെയാണ് എന്ന്. അവൻ അതൊന്നും പറയുന്നുമില്ല. മിണ്ടാതെ നിൽക്കുന്ന സമയത്ത് സുധീഷിനാണെങ്കിൽ കൈയും കാലും ഒക്കെ അവർ കെട്ടിയിട്ടിരിക്കുകയാണല്ലോ. ആ സമയത്ത് അരുണ് അവനെ നന്നായിട്ട് ഉപദ്രവിക്കുന്നുണ്ട്. അടുത്തിരുന്ന തടിയൊക്കെ എടുത്തിട്ട് അവൻ്റെ ദേഹം മൊത്തവും അടിച്ച് രക്തം വരെ പൊട്ടുന്ന അവസ്ഥയിലാക്കുന്നുണ്ട്. സുധീഷിന് ഒന്നും പറയാനോ ഒന്നിനും കഴിയാത്തൊരവസ്ഥയിലാണ്. ആ സമയത്ത് സുധീഷ് വിചാരിക്കുന്നുണ്ട്, എൻ്റെ ദൈവമേ, എൻ്റെ ഏട്ടന്മാർ എൻ്റെ സുഭാഷ് ഏട്ടനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്നെ ആരുമില്ലേ ദൈവമേ എന്നെ രക്ഷിക്കാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അപ്പുറത്തെ റൂമിൽ 2 ഗുണ്ടകൾ നിൽക്കുന്ന കാണുന്നത്. അതിൽ ഒരാളുടെ ഫോണ് തറയിൽ വീണ് കിടപ്പുണ്ട്. അയാൾ അത് കാണുന്നില്ല. അപ്പോൾ അവർ പുറത്തേക്ക് പോകുന്ന സമയത്ത് സുധീഷ് ആ ജനലിനിടയിൽ കൂടെ പതിയെ കമ്പൊക്കെ ഇട്ടിട്ട് ആ ഫോൺ ഇങ്ങനെ നീക്കി എടുക്കുക. പെട്ടെന്ന് തന്നെ സുഭാഷിൻ്റെ നമ്പർ ഡയൽ ചെയ്ത് സുഭാഷിനെ വിളിക്കുകയാണ്. വല്ലാത്തൊരു വെപ്രാളത്തോടു കൂടിയാണ് സുധീഷ് ഫോൺ ചെയ്യുന്നത്. എന്നാൽ സുഭാഷ് ആ ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ സുധീഷ് വിചാരിക്കുകയാണ്, എൻ്റെ ഏട്ടാ ഒന്ന് ഫോൺ എടുക്കുക ഏട്ടാ, എത്ര ബുദ്ധിമുട്ടിയാണ് ഞാൻ വിളിക്കുന്നതെന്ന് അറിയാമോ? എവിടെയായിട്ടാ ചെന്ന് കിടക്കുന്നത്? എൻ്റെ ഫോണൊന്ന് എടുക്കുക ഏട്ടാ. എൻ്റെ ദൈവമേ, എൻ്റെ ഫോണൊന്ന് എടുത്തിരുന്നെങ്കിൽ എന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് 2ാമത്തെ തവണ വിളിക്കുന്ന സമയത്ത് നികേഷ് അടുത്ത് നിൽപ്പുണ്ട്. നികേഷ് പറയാണ്, ഏട്ടാ ഈ ഫോൺ വിളിക്കുന്നത് ഏട്ടൻ കേൾക്കുന്നില്ലേ? എന്താ ഈ ഫോൺ എടുക്കാത്തത്?
ആരാടാ വിളിക്കുന്നത്, നീ നോക്കിക്കേ എന്ന് പറയുമ്പോൾ നികേഷ് പറയുന്നുണ്ട്, അതെ ഏട്ടാ പേരൊന്നുമില്ല, ഒരു നമ്പറാണ് കേട്ടോ എന്ന് പറയുമ്പോൾ, എടാ എങ്കിൽ വേണ്ടടാ, വേറെ ആരെങ്കിലും ചുമ്മാ വിളിച്ച് മെനക്കെടുത്തിക്കാനായിരിക്കും, നീ എടുക്കണ്ട. അല്ല ഏട്ടാ എടുക്കേട്ടാ, എന്തെങ്കിലും അത്യാവശ്യത്തിന് ആരെങ്കിലും വിളിക്കുന്നതായിരിക്കുമെങ്കിലോ, ഏട്ടനൊന്ന് എടുത്തു നോക്ക്. അങ്ങനെ നികേഷ് നിർബന്ധിക്കുന്നത് കൊണ്ടാണ് സുഭാഷ് ആ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുന്നത്. അറ്റൻഡ് ചെയ്ത് ഉടനെ തന്നെ സുധീഷിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. അവൻ കരഞ്ഞുകൊണ്ട് വിളിക്കുന്നുണ്ട്, ഏട്ടാ എന്ന് വിളിക്കുമ്പോൾ, സുധീഷേ നീ എവിടെയാടാ മോനെ, എന്ത് പറ്റി നിനക്ക്, നിൻ്റെ ഒരു വിവരവും ഇല്ലല്ലോ. ആ രാജീവനും അരുണൊക്കെ പറയുന്നത് നീ അവരുടെ സ്വർണവും പണവുമായിട്ടൊക്കെ എവിടേക്കോ കടന്നു കളഞ്ഞെന്നാ മോനെ, എന്താ പറ്റിയടാ, ഞങ്ങളാരും അത് വിശ്വസിച്ചിട്ടില്ല. ഏട്ടാ എന്നെ അവന്മാർ ചതിയിൽപ്പെടുത്തിയതാണ് ഏട്ടാ, എനിക്ക് ആദ്യമേ തോന്നിയിരുന്നു അതിലൊരു ചതിയുണ്ടെന്ന്. പക്ഷേ നിധി നിർബന്ധിച്ചപ്പോൾ ഞാൻ പിന്നെ സമ്മതിച്ചതാണ് ഏട്ടാ. ഞാൻ ആ പണവും സ്വർണവും കൊണ്ട് കടന്നു കളഞ്ഞപ്പോൾ എൻ്റെ പുറകെ 2 ഗുണ്ടകളുണ്ടായിരുന്നു. അവർ ആ പണവും കവർന്ന് എന്നെ ഒരു എസ്റ്റേറ്റിനകത്ത് അടച്ചിട്ടിരിക്കുകയാണ് ഏട്ടാ, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് ഇത്രയും പറഞ്ഞിട്ട് അപ്പോൾ സുഭാഷ് ചോദിക്കുകയാണ്, മോനെ എവിടെയാടാ, ഏത് എസ്റ്റേറ്റാ, നിനക്ക് അവിടെ എന്തെങ്കിലും ഒരു ക്ലൂ തരാൻ പറ്റുമോ, എങ്കിൽ ഏട്ടന്മാർ അങ്ങോട്ടേക്ക് വരാടാ. ഏട്ടാ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അവിടെ ഒരു സിഗ്നൽ കണ്ടു, അതിൻ്റെ റൈറ്റ് സൈഡിലോട്ടാണ് ഇത് പോകുന്നത്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ആ സ്ഥലത്തെ പറ്റി സുഭാഷിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അവസാനം ഫോൺ കട്ട് ചെയ്യുന്ന സമയത്താണ് അതിലൊരു ഗുണ്ട സുധീഷിൻ്റെ കയ്യിൽ ആ ഫോൺ ഇരിക്കുന്നത് കാണുന്നത്. പെട്ടെന്ന് തന്നെ സുധീഷിൻ്റെ കയ്യിൽ നിന്നും ആ ഫോൺ പിടിച്ചു വാങ്ങിച്ച് അവന് 2 അടിയും പൊട്ടിച്ചതിന് ശേഷം ഗുണ്ടകൾക്ക് മനസ്സിലായി ഇങ്ങോട്ടേക്ക് ആരോ വരുന്നുണ്ട് എന്നുള്ള കാര്യം. അങ്ങനെ അവിടെ നിന്നും സുധീഷിനെ മാറ്റാനുള്ള പ്ലാൻ ആലോചിക്കുകയാണ്. അപ്പോൾ അതിലൊരു ഗുണ്ട രാജീവിനെ വിളിച്ച് പറയുകയാണ്, സാറേ ഇയാളുണ്ടല്ലോ, എൻ്റെ ഒരു ഫോൺ അവിടെ കിടന്നപ്പോൾ ഞാനത് ശ്രദ്ധിച്ചില്ല സാറേ, അയാളെടുത്ത് ആരെയോ വിളിച്ച് ഈ സ്ഥലത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കേട്ടോ എന്ന് പറയുമ്പോൾ രാജീവിന് വല്ലാതെ ടെൻഷനാവുന്നുണ്ട്. അപ്പോൾ അരുണും പറയാണ്, അച്ഛാ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് മാറ്റാൻ പറയാം അച്ഛാ, എത്രയും പെട്ടെന്ന് അവനെ അവിടെ നിന്ന് മാറ്റണം, ഇല്ലെങ്കിൽ നമ്മൾ കുടുങ്ങും അച്ഛാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്ത് ഗുണ്ടകൾ പറയുന്നുണ്ട്, സാറേ നിങ്ങൾ പേടിക്കേണ്ട, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഏറ്റെടുത്ത് നോക്കിക്കോളാം, നിങ്ങൾ ഒരു ടെൻഷനും ആവാതിരിക്കുക, അവനെ ഞങ്ങൾ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ മാറ്റിക്കോളാം, ഇവിടെ ആരും വരില്ല, അവനെ കണ്ടുപിടിക്കുകയില്ല. എടാ ആരും അറിയാതെ ഈ കാര്യങ്ങൾ കൊള്ളണം, നിങ്ങൾക്ക് എത്ര പണം വേണമെങ്കിലും തന്ന് സഹായിക്കാം എന്ന് രാജീവൻ പറയാണ്. ശരി സാറേ ഞങ്ങൾക്കറിയില്ലേ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് സുധീഷിൻ്റെ കെട്ടക്കഴിച്ചതിന് ശേഷം അവനെ വണ്ടിയിലേക്ക് തള്ളിയിടുകയാണ്. അവിടെ നിന്നും സുധീഷിനെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതിനിടയിലാണ് ഒരു സ്ഥലത്ത് വെച്ചിട്ട് സുഭാഷും ഹരീഷുമായിട്ട് വരുന്ന വണ്ടി ഇവരുടെ വണ്ടിയുമായിട്ട് കൂട്ടിമുട്ടുന്നത്. ആ സമയത്ത് പുറത്തിറങ്ങിയതിന് ശേഷം ഹരീഷ് പറയാണ്, എന്താടാ നീയൊക്കെ ചാവാനാണോ പോകുന്നത്, നിനക്കൊന്നും മുഖത്ത് കണ്ണല്ലേ ഇരിക്കുന്നത്, മറ്റുള്ളവരെയും കൂടെ ദ്രോഹിക്കാനായിട്ട് നടക്കുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു ഗുണ്ട പറയാണ്, അയ്യോ സോറി ക്ഷമിക്കണം കേട്ടോ, ഞങ്ങൾ ശ്രദ്ധിച്ചില്ലായിരുന്നു, അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഹരീഷ് പറയുകയാണ്, നിൻ്റെയൊക്കെ തിരക്ക്, പാവപ്പെട്ടവൻ്റെ നെഞ്ചത്ത് കൊണ്ടുവന്ന് കയറ്റി കൊടുക്കാനല്ലേ നീയൊക്കെ ഇങ്ങനെ നടക്കുന്നത്, മര്യാദയ്ക്ക് ഇനി മുതൽ വണ്ടി ഓടിച്ചോളണം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടുമ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, എടാ കയറി വാടാ, നമുക്കിപ്പോൾ ഇതാണോ പ്രധാനം, നമ്മുടെ സുധീഷിനെ കണ്ടുപിടിക്കണ്ടേ, നീ ഒന്ന് വന്നേ എന്ന് പറയുമ്പോൾ ഹരീഷ് പെട്ടെന്ന് തന്നെ സുഭാഷിൻ്റെ വണ്ടിയിൽ കയറുന്നതാണ്. അങ്ങനെ വണ്ടി കുറച്ച് ഫ്രണ്ടിലോട്ട് എടുക്കുമ്പോഴാണ് അതിൻ്റെ ഗ്ലാസ് വഴി സുധീഷിൻ്റെ മുഖം പോലെ ഒരു മുഖം കാണുന്നത്. പെട്ടെന്ന് ഹരീഷ് തിരിഞ്ഞു നോക്കുമ്പോൾ അതിൽ നിന്ന് ഒരു കൈ ഇങ്ങനെ പുറത്തേക്ക് കാണുന്നുണ്ട്. അപ്പോൾ അവന് മനസ്സിലാവുകയാണ് അത് സുധീഷാണ് എന്ന്. തിരിച്ച് പെട്ടെന്ന് ചെല്ലുമ്പോൾ അവരുടെ കാറ് തടഞ്ഞ് സുധീഷിനെ അവർ അവിടെ നിന്നും രക്ഷിക്കുകയാണ്. ആ ഗുണ്ടകളെ സുഭാഷും ഹരീഷും ഒക്കെ ആയിട്ട് അടിച്ചോടിക്കുന്നുണ്ട്. അവിടെ നിന്നും സുധീഷിനെയും കൊണ്ട് സുഭാഷ് വരുന്നത് നേരെ നിധിയുടെ വീട്ടിലേക്കാണ്. സുധീഷിനെയും കൊണ്ടുവരുന്ന സുഭാഷിനെയും കാണുന്ന സമയത്ത് രാജീവനും അരുണിൻ്റെയൊക്കെ മുഖം വല്ലാതെ അങ്ങ് പേടിച്ച് ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് ഇരിക്കുന്നത്. സുധീഷ് പെട്ടെന്ന് വന്ന് പറയുന്നുണ്ട്, നിധി ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല നിധി, എന്നെ നിൻ്റെ അച്ഛനും ആങ്ങളെയും കൂടെ ചതിച്ചതാണ് നിധി എന്ന് പറയുമ്പോൾ നിധിക്കത് വല്ലാതെ ഷോക്കാവുകയാണ്. അപ്പോൾ സുഭാഷും പറയുന്നുണ്ട്, അതേ മോളെ, ഇയാൾ നമ്മുടെ വീട്ടിൽ വന്നപ്പോൾ എന്ത് നല്ലതായിട്ടാണ് ഇയാളെ നമ്മൾ സൽക്കരിച്ചത്, പക്ഷേ ഇയാൾ നിന്നെ വീട്ടിൽ വന്ന് ക്ഷണിച്ചുകൊണ്ട് പോയത് സ്നേഹത്തോടെ കൂടെ ആയിരുന്നില്ല, സുധീഷിനെ ചതിക്കണമെന്ന ഉദ്ദേശത്തിലായിരുന്നു, നിന്നെ ഇവിടെ നിന്നും പറിച്ച് നിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന ഉദ്ദേശത്തിലായിരുന്നു നിധി എന്നൊക്കെ പറയുമ്പോൾ നിധിക്കും വല്ലാതെ സങ്കടമാവുന്നുണ്ട്. താൻ ഒരുപാട് സ്നേഹിച്ചിരുന്ന തൻ്റെ അച്ഛനും അമ്മയുമാണ് ഇങ്ങനെ ഒരു ചതി ചെയ്തത് എന്ന് ആലോചിക്കുമ്പോൾ അവിടെ നിന്നും രാജീവനോട് ദേഷ്യപ്പെട്ട് ഇനി ഒരിക്കലും നിങ്ങളുടെ മകളായിട്ട് ഈ വീട്ടിലേക്ക് തിരിച്ചു വരില്ല എന്ന് വാശി പിടിച്ച്
സുധീഷിൻ്റെ കൈയും പിടിച്ച് നിധി തിരിച്ച് സുധീഷിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച് ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്, എന്താ സംഭവിച്ചത് എന്ന് പറയുമ്പോൾ സുധീഷ് കാര്യങ്ങളെല്ലാം ഭാസ്കരനോട് തുറന്നു പറയുകയാണ്. സ്വർണവും പണവുമായിട്ട് ബാങ്കിൽ അടയ്ക്കാനെന്ന് പറഞ്ഞ് രാജീവൻ സുധീഷിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടത് മുതൽ ഗുണ്ടകൾ ആ പണവും സ്വർണവും ഒക്കെ കവർന്ന് അവൻ്റെ എസ്റ്റേറ്റിൽ അടച്ചതുവരെയുള്ള കാര്യങ്ങളും അരുണ് മുഖംമൂടി ധരിച്ചു വന്ന് സുധീഷിനെ തല്ലിയ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് ഭാസ്കരനോട് പറയുന്നുണ്ട്. ഭാസ്കരന് ഇത് കേൾക്കുമ്പോൾ വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. സുധീഷിനോടൊന്നും വലിയ കുഴപ്പമില്ല എന്നുള്ള മട്ടിൽ സംസാരിച്ചുവെങ്കിലും തൻ്റെ മകനെ തല്ലിയ അരുണിനോട് പ്രതികാരം ചെയ്യാൻ തന്നെയായിരുന്നു ഭാസ്കരൻ്റെ തീരുമാനം. അങ്ങനെ ഇതിന് പ്രതികാരമായിട്ട് ഭാസ്കരൻ്റെ മുഖംമൂടി ധരിച്ച് റോഡിലൂടെ അരുണ് വരുന്ന സമയത്ത് അവനെ കയറി പിടിച്ച് അവൻ്റെ ചെകിട്ടിലൊക്കെ ആയിട്ട് 4-5 അടിയങ്ങ് പൊടിക്കുകയാണ്. ഭാസ്കരനാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള കാര്യം അരുൺ അറിയുന്നില്ല. അങ്ങനെ തൻ്റെ മകനെ ഉപദ്രവിച്ച അരുണിനും രാജീവിനും ഒക്കെ തക്ക മറുപടി കൊടുക്കുന്നുണ്ട് ഭാസ്കരൻ. അതിനുശേഷം വീട്ടിൽ വരുമ്പോൾ നിധിയും സുധീഷുമായിട്ടൊക്കെ ഒരുപാട് അങ്ങ് അടുക്കുകയും നിധിക്ക് സുധീഷിനോട് പ്രണയം തോന്നുകയും സുധീഷിൻ്റെ ഭാര്യയായിട്ട് ആ വീട്ടിൽ കഴിയാൻ തീരുമാനിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു എപ്പിസോഡ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി കാറ്റത്തെ കിളിക്കൂടിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങളുമായി ഉടനെ കാണും വരയ്ക്കും. ബൈ.